സുവിശേഷം നിമിത്തം നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ! ഒരിക്കൽ കൂടെ ഹല്ലേലൂയ! ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പകലിലാണ് നാം ദൈവസന്നിധിയിലായിരിക്കുന്നവ. ഈ വചനം പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, നാളെ യഹോവ അത്ഭുതം പ്രവർത്തിക്കും. കോയിൻസിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഉപവാസ പ്രാർത്ഥന അറ്റൻഡ് ചെയ്തവർക്കറിയാം, 2 ദൈവദാസന്മാരും പ്രസംഗിച്ചത് ഒരേ അധ്യായത്തിൽ നിന്നാണ്. ആ ദൂതുകൾ ചിലരെ ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവന്നു, ചില ദൈവിക വിടുതലിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് പകൽക്കാലം ആഴമായ സമർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരുന്നാൽ ഇന്ന് പകൽ ഇവിടെ ചലിക്കുമ്പോൾ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ദൈവ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ ആര് പ്രതികരിക്കുമോ അവിടെ ചരിത്രം മാറും. ഒരു മുൾപടർപ്പിനകത്ത് കത്തിയ തീക്കകത്ത് വെളിപ്പെട്ടൊരു ദൈവ സാന്നിധ്യമാണ് വിക്കനായ മോശയെ 35 ലക്ഷത്തെ നയിക്കാനുള്ള ഒരു ഇടയനാക്കി മാറ്റിയത്. വലിയ എൻകൗണ്ടർ ഒന്നും വേണ്ട, ചെറിയ ദൈവിക എൻകൗണ്ടറിനകത്ത് വലിയ പദ്ധതികളുണ്ട്. ഇന്ന് പകൽ ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിൽ നാം പ്രതികരിച്ചു തുടങ്ങണം. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം വായിച്ചത് ഇങ്ങനെയാണ്: കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളം മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല, നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കുക. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറ, കണ്ണ് ഉപദേഷ്ടാവിനെ കാണാൻ പോവുകയാണ്. അടുത്തിരിക്കുന്നവർ കരം കൊടുത്ത് പറഞ്ഞാട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഇന്നലെ വരെ നമ്മൾ കണ്ടത് കഷ്ടതയുടെ അപ്പവും കണ്ണുനീരിന്റെ വെള്ളവുമാണ്. ഇന്നലെ വരെ കണ്ടത് കഷ്ടതയുടെ അപ്പവും കണ്ണുനീരിന്റെ വെള്ളമാണ്. പക്ഷേ എവിടെയൊക്കെ നമ്മെ ജീവിപ്പിക്കാൻ ഈ കഷ്ടതയുടെ അപ്പത്തിനകത്തും കണ്ണുനീരിന്റെ വെള്ളത്തിനകത്തും നമ്മെ ധൈര്യപ്പെടുത്തിയത് നമുക്ക് വേണ്ടി ഒരു ദൈവമുണ്ടെന്ന വെളിപ്പാടാണ്. ഇല്ലായിരുന്നെങ്കിൽ നാം എത്രയോ പ്രതികൂലങ്ങൾ വന്നപ്പോൾ, എത്രയോ പ്രതിസന്ധികൾ വന്നപ്പോൾ, എത്രയോ താഴ്ചകൾ വന്നപ്പോൾ, എത്രയോ വീഴ്ചകൾ വന്നപ്പോൾ എന്തെല്ലാം സംഭവിച്ചിട്ടും നമ്മൾ ബൈബിളും എടുത്ത് ആരാധനയ്ക്ക് വന്നിരുന്നു ദൈവത്തെ പാടിയതിന് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ വിടുതൽ നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടല്ലല്ലോ, നമ്മുടെ കണ്ണിന്റെ മുൻപിൽ വിടുതൽ വന്നിട്ടല്ലല്ലോ. ഈ കഷ്ടതയുടെ അപ്പം തിന്നാലും കണ്ണുനീരിന്റെ വെള്ളം കുടിച്ചാലോ എനിക്ക് വേണ്ടി മറഞ്ഞിരിക്കാത്ത ഒരു ഉപദേഷ്ടാവുണ്ട്. വെളിപ്പാടല്ലേ അമ്മയെ ആരാധിപ്പാൻ ധൈര്യപ്പെടുത്തിയതെങ്കിൽ ഈ പകൽ ദൈവം വ്യക്തമായി ഇടപെടുന്നു. നീ ധൈര്യത്തോടെ ആരാധിച്ച നാളുകൾ മതി. ഞാൻ നിന്റെ മുന്നിൽ മറനീക്കി ഇറങ്ങി വരികയാ. നിനക്ക് വേണ്ടി, നിന്റെ കൂടാരത്തിന് വേണ്ടി പ്രവർത്തിപ്പോ എന്റെ കരം വെളിപ്പെടുമോ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾക്കകത്ത്, നമ്മുടെ ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ കാലങ്ങളിൽ നമ്മെ ധൈര്യത്തോടെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് പ്രവാചകന്മാരിലൂടെയും ദൈവവചനത്തിലൂടെയും ദൈവദാസന്മാരിലൂടെയൊക്കെ കേൾക്കുന്ന ദൈവിക ദൂതുകളാണ്. ആ ദൂതുകൾ മരുഭൂമിക്കകത്ത് ചാറ്റൽ മഴ പെയ്തിറങ്ങുന്നത് പോലെ വിണ്ടുകീറിയ ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ യാഥാർത്ഥ്യത്തിനകത്ത് ആരുമില്ലാതെ ഏകാബദ്ധയ്ക്കകത്ത് ഒറ്റയ്ക്ക് വന്ന് പായിലിരിക്കുമ്പോഴും, കസേരയുടെ ഏതോ ഒരു മൂലയ്ക്കകത്ത് വന്നിരിക്കുമ്പോഴും ദൈവദാസന്മാർ തലയിലോടി കൈവച്ച് പറഞ്ഞ ദൂതും, ഈ പോഡിയത്തിന്റെ മുൻപിൽ നിന്ന് ദൈവദാസന്മാർ വിളിച്ചു പറഞ്ഞ ദൂതുകളും ജീവിതമാകുന്ന മരുഭൂമിക്കകത്ത് ഏതൊക്കെ ചാറ്റൽ മഴയുടെ പ്രതീക്ഷകൾ പോലെ ജീവിതത്തിനകത്ത് പെയ്തു വീണ ചാറ്റൽ മഴകളല്ലേ നമ്മെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്, നമ്മെ ഇതുവരെ കൊണ്ടിരുത്തിയത്. ഫെബ്രുവരി മാസത്തിന്റെ 2-ാമത്തെ ഞായറിൽ
ദൈവം എൻ്റെ കയ്യിൽ തന്നൊരു ദൂതുണ്ട്. ഇമ്മലകളിൽ ഉപദേഷ്ടാവിനെ പ്രതീക്ഷിച്ചിരുന്ന ചിലരുണ്ട്, കാത്തിരുന്ന ചിലരുണ്ട്. ആ കാത്തിരിപ്പിന്റെ കാലം വിരാമമിട്ടിട്ട് ഞാൻ അവിടെ കണ്ണിന്റെ മുൻപിൽ ഇറങ്ങി വരാൻ പോകുക. കണ്ണിന്റെ മുൻപിൽ ഇറങ്ങി വരാൻ പോകുക. നിന്റെ വിഷയത്തിന്റെ മുൻപിൽ, നിന്റെ പ്രതിസന്ധിയുടെ മുൻപിൽ യെശയ്യാവ് പറയുക, എന്റെ ഉപദേഷ്ടാവിനെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. നിന്റെ കണ്ണുകൊണ്ട് ദൈവത്തെ കാണോ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പോ, ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാകുന്നുണ്ടവരുണ്ടെങ്കിൽ കരമടിച്ച ഭൂതേറ്റെടുത്തോ. ഈ പകൽ ദൈവം നിന്റെ കൂടാരത്തിനകത്ത്, നിന്റെ വിഷയങ്ങൾക്കകത്ത്, നിന്റെ ആകുലമകൾക്കകത്ത് ഇറങ്ങുന്ന പകലത്രേ. ഹല്ലേലൂയ. യഹോവ പറയുക, കർത്താവ് നിങ്ങൾക്ക് കഷ്ടതയുടെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കത്തില്ല. അടുത്ത പദമാണ് ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിന്റെ കണ്ണ് ഉപദേഷ്ടാവിനെ കണ്ടുവല്ലോ. 2025 ഇന്നലെ വരെ ജീവിതത്തിൻ്റെ മുൻപിൽ കഷ്ടതയുടെ അപ്പവും കണ്ണുനീരിൻ്റെ വെള്ളവും മാത്രമായിരിക്കാം. താങ്ങാനോ ചേർത്ത് പിടിക്കാനോ ഒരു നല്ല ആശ്വാസത്തിൻ്റെ വാക്ക് പറയാനോ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിനകത്ത് സ്നേഹിക്കുമെന്ന് കരുതിയവരും ചേർത്ത് പിടിക്കുമെന്ന് കരുതിയവരും ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്തൊരു വീഴ്ച വന്നപ്പോൾ, ഒരു ചെറിയ ശൂന്യതകൾ വന്നപ്പോൾ മാറ്റി നിർത്തി സകലരും കുത്തുവാക്കുകളും വേദനാജനകമായ തീയമ്പുകളും എഴുതാ. നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ ജീവിപ്പിക്കാൻ പ്രതീക്ഷിപ്പിച്ചത് എനിക്ക് വേണ്ടി ഒരു ഉപദേഷ്ടാവുണ്ട്. മൈ റെഡീമർ ലീവ്സ്. എൻ്റെ ഉപദേഷ്ടാവ് ജീവിക്കുന്നുണ്ട്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുണ്ട് എന്നൊരു പ്രതീക്ഷയാണെങ്കിൽ ഇന്ന് പകൽ യെശയ്യാവിൻ്റെ വചനത്തോട് ചേർന്ന് ഞാനൊരു ദൂത് ദൈവജനത്തോട് പറയാ. ആ പ്രതീക്ഷയിൽ ജീവിച്ച നിന്നോട് ദൈവം പറയുക, നിന്റെ കണ്ണുകൊണ്ട് ഉപദേഷ്ടാവിനെ കാണാൻ പോകുക, ഉപദേഷ്ടാവിനെ കാണാൻ പോകുക, ഉപദേഷ്ടാവിനെ കാണാൻ പോകുക, ഉപദേഷ്ടാവിനെ കാണാൻ പോകുക. ഉപദേഷ്ടാവിനെ നീ കണ്ടോ, നിന്റെ സ്ഥിതികൾ മാറും, നിന്റെ അവസ്ഥകൾ മാറും, നിന്റെ സാഹചര്യങ്ങൾ മാറും, നിന്റെ ശരീരത്തിന്റെ രോഗങ്ങളുടെ ആകുലതകൾ മാറും. ഈ പകൽ ചിലവിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ആഴമായി വെളിപ്പെടുകയാ. എന്നോട് ദൈവാത്മാവ് പറയുക, വർഷങ്ങൾ പഴക്കമുള്ള ചില കണ്ണുനീരുകൾ, ചില കഷ്ടതകൾക്ക് ഈ പകൽ ദൈവം വിരാമമിടാൻ പോകുക. ഈ പകൽ ദൈവം വിരാമമിടാൻ പോകുക. ചിലവിനെ തട്ടി ദൈവം ദൂത് കൈമാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കഷ്ടതയ്ക്കകത്തും നീ തകരില്ല. കണ്ണുനീരിൻ്റെ വെള്ളം കുടിക്കേണ്ടി വന്നാലും നീ വീണുപോകില്ല. നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുന്നവനല്ല. നിന്റെ കണ്ണവനെ കാണുന്നൊരു ദിവസമുണ്ട്. ആ ദൈവത്തെ കാണുന്നൊരു ദിവസമുണ്ട്. ദൈവപ്രവൃത്തിയെ കാണുന്നൊരു ദിവസമുണ്ട്. നിന്റെ കൂടാരം എത്രത്തോളം കഷ്ടത അനുഭവിച്ചോ അത്രത്തോളം മഹത്വം നിന്റെ കൂടാരത്തിൽ വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ ഭാവി എത്രത്തോളം വേദനപ്പെട്ടു, നിന്റെ വിദ്യാഭ്യാസം എത്രത്തോളം ഉടയപ്പെട്ടു അത്രത്തോളം നിന്റെ വിദ്യാഭ്യാസം ഉയരുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ ഭാവി ഉയരുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ ദിവസമുണ്ട്. ഈ പകലാരോടൊക്കെ ദൈവം പറയുകയോ, നിന്റെ കണ്ണുപദേഷ്ടാവിനെ കാണുന്നൊരു ദിവസമുണ്ട്. ഓ റിബാരാദ വലിയൊരു ദൈവ സാന്നിധ്യം ഈ ഹാളിനകത്ത് നിറഞ്ഞു നിൽക്കുക. ചിലവിന്റെ ദൈവത്തിന്റെ കരം ചലിക്കുക.
ആരോടും പറയാൻ കഴിയാത്ത ഹൃദയത്തിന്റെ കോണിനകത്ത് വിങ്ങിപ്പൊട്ടി ജീവിക്കുന്ന ഫിലിപ്പിനോട് ദൈവാത്മാവ് പറയുക, കുഞ്ഞേ, നീ എന്നെ കാണുന്നൊരു ദിവസമുണ്ട്, എന്റെ പ്രവൃത്തിയെ കാണുന്നൊരു ദിവസമുണ്ട്, നിന്റെ ശുശ്രൂഷ എന്റെ പ്രവൃത്തി കാണുന്നൊരു ദിവസമുണ്ട്. നിന്നെ മിമ്മിച്ചവരും നിന്നെ പരിഹസിച്ചവര്, നിന്നെ മാറി നിന്ന് കുത്തുവാക്ക് പറഞ്ഞവര്, നിന്റെ ആലയത്തെ വിമർശിച്ചവര്, നിനക്കെതിരെ കൈവിരൽ ചൂണ്ടിയവര് നിന്നെ മാമേ അത്ഭുതത്തോട് നോക്കുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നേരത്തെ പാടി ആരാധിച്ച ഒരു പാട്ടിൻ്റെ ഈരടികളുണ്ട്. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും, കഷ്ടതയുടെ കണ്ണുനീർ കുടിച്ചെന്നാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം പ്രതികൂലമായാലും യാത്ര ചെയ്യും ഞാൻ എൻ്റെ ഉപദേഷ്ടാവിനെ നോക്കി. അവൻ്റെ കണ്ണെന്നെ കാണുന്നൊരു ദിവസമുണ്ട്. അവൻ്റെ കണ്ണെന്നെ കാണുന്നൊരു ദിവസമുണ്ട്. അമ്മവൻ എൻ്റെ കരത്തെ പിടിക്കും. അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന പോലെ എന്നെ ഉയർത്ത്. തകർന്നു പോയ എന്റെ കൂടാരത്തെ അവൻ അടിസ്ഥാനമിട്ട് പണിയോ. പാറമേൽ അടിസ്ഥാനമിട്ടൊരു ഭവനം പോലെ എന്റെ ഭാവിയെയോ എന്റെ ശുശ്രൂഷയും അവൻ പണിയോ. ആ പാട്ടിൻ്റെ ഈരടികൾ എഴുതിയത് അന്നമാമാവൻ എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസിയാണ്. ദൈവത്തെ അറിഞ്ഞു സ്നാനപ്പെട്ടെന്ന് കരുതി തൻ്റെ നാമധേയ കുടുംബത്തിൽ നിന്ന് അടിച്ചിറക്കുമ്പോൾ ഏക്കർ കണക്കിന് വസ്തുവുള്ള അപ്പൻ്റെ മകൾ, എല്ലാ നന്മകളും എല്ലാ ആഹാരങ്ങളും ഒന്നിനും കുറവില്ലാതെ ജീവിച്ച യൗവനം. ഹലോ, സ്കൂൾ വിദ്യാഭ്യാസത്തിനിടയ്ക്ക് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിഞ്ഞു. താൻ സ്നാനപ്പെട്ടെന്ന് കുടുംബം അറിഞ്ഞപ്പോൾ അടിച്ചിറക്കുമ്പോഴും അവളുടെ അമ്മയ്ക്ക് താങ്ങാൻ കഴിയാത്തൊരു വേദനയുണ്ട്. പെറ്റമ്മയ്ക്കറിയാം, മക്കൾ തകരുന്നത് ഒരമ്മയ്ക്കും സഹിക്കില്ല. ഹലോ, ഒരമ്മയ്ക്കും മക്കളുടെ ജീവിതം തകരുന്നത് സഹിക്കത്തില്ല. പലരും കടിച്ച് ജീവിതത്തിനകത്ത്, തലമുറകളുടെ ജീവിതത്തിനകത്ത് വരുന്ന വേദനകൾ കടിച്ച് ജീവിക്കാമെന്ന് കടിച്ചു വേദനകൾ ഹൃദയത്തിൻ്റെ കോണിൽ ആരോടും പറയാതെ വിങ്ങി ജീവിക്കുന്ന അമ്മമാരുണ്ട്. അതുപോലെ അന്നമാമൻ്റെ വീട്ടിൽ നിന്ന് അപ്പൻ അടിച്ചിറക്കുമ്പോൾ ആ മകളോട് പറഞ്ഞു, മക്കളെ, നീ വിദൂരതയിലൊന്നും പോകരുത്. നമ്മുടെ വീട്ടിൻ്റെ പുറത്ത് ഏക്കർ കണക്കിന് കപ്പത്തോട്ടമില്ലേ, ആ കപ്പത്തോട്ടത്തിനകത്ത് നീ കിടക്കണം. നീ തകരുന്നത് കാണാൻ എൻ്റെ അമ്മയെ എനിക്ക് കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മാമാമൻ്റെ അമ്മ ഭവനത്തിൻ്റെ പുറത്തിറങ്ങി അടുക്കളയുടെ വാതിൽ നിന്ന് നോക്കും. വിദൂരതയിൽ കിടക്കുന്ന കപ്പത്തോട്ടത്തിനകത്ത് അന്നമാമാമൻ്റെ അമ്മ പുറത്തിറങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ അന്നമാമാമൻ ആ കപ്പയിൽ കപ്പ അറിയാലോ, അവൻ്റെ ഒരു തണ്ട് പിടിച്ച് കുലുക്കും. കപ്പത്തണ്ടാടുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും എൻ്റെ കുഞ്ഞവിടെ ഉണ്ട്, എൻ്റെ കുഞ്ഞവിടെ ഉണ്ട്. അവൾ ഇവിടം വിട്ടുപോയിട്ടില്ല. നാളുകൾ കഴിഞ്ഞു. മിഷണറിയായി സൗത്ത് ഇന്ത്യയിലേക്ക്, തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അവളെ അമ്മ പറഞ്ഞു, മക്കളെ, ഈ ദൈവത്തെ വിട്ടിട്ട് വാ, നിനക്കെല്ലാം തരാം. അവൾ പറഞ്ഞു, ഞെരുക്കത്തിൻ്റെ അപ്പം ഞാൻ തിന്നാലോ, കഷ്ടതയുടെ കണ്ണുനീർ ഞാൻ കുടിച്ചാലോ, ഈ വേഗി ദുഃഖത്താ ക്ഷയിച്ചാലോ, എല്ലാം പ്രതികൂലമായാലും അമ്മേ ഞാൻ യാത്ര ചെയ്യൂ. അത് വീട് നോക്കിയല്ലോ, എന്റെ അപ്പന്റെ ഭവനം നോക്കി യുദ്ധം ചെയ്യൂ എന്റെ യേശുവിന് വേണ്ടി. അങ്ങനെ ജീവിച്ച ഭക്തന്മാരുടെ തലമുറയിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ വിശ്വാസ ജീവിതം കേവലം ഒരു ചടങ്ങായി നാം കാണരുത്, കേവലം ഒരു ആരാധനയായുടെ ചടങ്ങായി കാണരുത്,
എല്ലാവരും പള്ളി പോകുമ്പോൾ ഞാനും പള്ളി പോകണ്ടേ എന്നൊരു ചടങ്ങായി മാറരുത്. ആമേ, ക്രിസ്തീയ ജീവിതം അത് അനുഭവത്തിന്റെ ജീവിതമാകണം. അങ്ങനെയുള്ളവന് വേണ്ടി മാത്രമേ എൻ്റെ ദൈവം ഇറങ്ങൂ. അവന് വേണ്ടി മാത്രമേ എൻ്റെ ഉപദേഷ്ടാവ് ചലിക്കൂ. അവര് മാത്രമേ ആ കണ്ണുകൊണ്ട് ഉപദേഷ്ടാവിനെ കാണൂ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ധൈര്യമുണ്ട്? എന്തെല്ലാം പ്രതികൂലം വന്നാലും എൻ്റെ കൂടാരത്തിനകത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലേലും, ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വന്നാലും എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ യാത്ര ചെയ്യും. എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ യാത്ര ചെയ്യും. ആ ക്രൂശുമാക്കി ഞാൻ യാത്ര ചെയ്യും. ഈ പോർക്കളത്തിൽ ഞാൻ യുദ്ധം ചെയ്യും എൻ്റെ യേശുവിന് വേണ്ടി. അങ്ങനൊരു തീരുമാനമുണ്ടെങ്കിൽ ഈ തലമുറയുടെ പുതുനിയമാഭിഷിക്തനമ്മലയ്ക്ക് എന്നിൽ പകർന്നൊരാത്മയോഗത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും നിറവിൽ ഞാൻ നിങ്ങളുടെ ശിരസിൽ കൈവച്ചൊരു ദൂത് കൈമാറാം. ഈ 2025 നിന്റെ കണ്ണ് ഉപദേഷ്ടാവിനെ കാണും. നിന്റെ ഭവനം ഉപദേഷ്ടാവിന്റെ പ്രവർത്തികൾ കാണും. നിന്റെ സഭ ഉപദേഷ്ടാവിനെ കാണും. നിന്റെ ശുശ്രൂഷ ഉപദേഷ്ടാവിനെ കാണും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആരും മൗനമായിരിക്കരുത്. ഓ, തലമുറകൾ മുതൽ പുറകിലിരിക്കുന്ന വ്യക്തി വരെ കരമടിച്ച് വായ്കളെ തുറന്ന് Sharadara, Rigamana, Artaleda, Artalada, Giravada, Rigamasha, Tiradara, Ribarada, Shekadeda. Oh, ധൈര്യമുണ്ടോ? തൻ്റെടമുണ്ടോ? ഈ തലമുറയിൽ ഉപദേഷ്ടാവുണ്ടെന്ന് പറയാൻ എൻ്റെ ജീവിക്കും ഒരു ദൈവമുണ്ടെന്ന് പറയാ. ദൈവം എൻ്റെ കഷ്ടത മാറ്റുമെന്ന് പറയാ. എൻ്റെ മിമ്മയുടെ ആളുകൾ മാറുമെന്ന് പറയാ. പ്രിയരെ, വചനത്തിനകത്ത് ഒത്തിരി കഷ്ടതയുടെ ഞെരുക്കത്തിൻ്റെ അപ്പവും കഷ്ടതയുടെ വെള്ളവും കുടിച്ച കണ്ണുനീരിൻ്റെ വെള്ളവും കുടിച്ച ഒട്ടനവധി പേരുണ്ട്. ഇതിനകത്തുനിന്ന് ഒരു വ്യക്തിയെ ഞാൻ അടർത്തി നിങ്ങളുടെ മുൻപിൽ നിർത്തി. നമുക്കിന്ന് പകൽക്കാലം സമർപ്പണത്തോടെ ദൈവത്തെ ആരാധിച്ചു പിരിയാം. വചനം പറയുന്നു, നമുക്കെല്ലാം അറിയാം, മൂസ് ദേശത്ത് ദൈവത്തെ കേട്ടൊരു മനുഷ്യനുണ്ട്, കണ്ടിട്ടില്ല. ദൈവത്തെ കേട്ടൊരു മനുഷ്യൻ, അവൻ്റെ പേര് യോബാണ്. അവൻ ധനവാനാണ്, അവനില്ലാത്ത നന്മകളില്ല. പ്രിയരെ, സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, എത്ര നന്മയുണ്ടായാലും ദൈവം നമ്മുടെ കൂടെയില്ലെങ്കിൽ നമ്മുടെ നന്മ വെറും സീറോയാണ്. നമ്മുടെ നന്മ വെറും സീറോയാണ്. പലരും നന്മയുണ്ടെന്ന് പറയാൻ വീമ്പിളക്കുന്നവരുണ്ട്. നന്മയുണ്ടെന്ന് കാണിക്കാൻ പലതും കാട്ടിക്കൂട്ടുന്നവരുണ്ട്. ഇന്നതുണ്ടെന്ന് കാണിക്കാൻ പലതും ചെയ്തു കൂട്ടുന്നവരുണ്ട്. പക്ഷെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നീ ചെയ്യും അതിനകത്ത് നിൻ്റെ കൂടെ ദൈവമില്ലെങ്കിൽ, നീ അറിഞ്ഞ സത്യമെടുക്കാൻ നിൻ്റെ തലമുറയില്ലെങ്കിൽ, നിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടാരത്തിനകത്തില്ലെങ്കിൽ, എത്ര വലിയ കൊട്ടാരം ഉണ്ടായിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് മോശ പറയുന്നത്, എനിക്ക് മിസ്രൈമിൻ്റെ ഭണ്ഡാരത്തെക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടത എനിക്ക് ഏറ്റവും വലിയ ദാനമാണ്. എന്നറിയാമോ? മിസ്രൈമിൻ്റെ കൊട്ടാരത്തിനകത്ത്, ആ ഭണ്ഡാരത്തിനകത്ത് ഈ ലോകത്തിലെല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ദൈവമില്ല. പക്ഷെ മരുഭൂമിക്കകത്ത് ഈ ലോകത്തിൽ ഒന്നുമില്ല.
ഈ ലോകത്തിൽ ഒന്നുമില്ല. അവരുടെയൊക്കെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കിയ മാറി ഉടുക്കാൻ വസ്ത്രം പോലുമില്ല, ജീർണിക്കാത്ത വസ്ത്രമാണ്. ഹലോ, നല്ല വസ്ത്രം മാറി ഉടുക്കാൻ പോലുമില്ല, ദൈവം കൊടുത്ത വസ്ത്രം മാത്രം ഇട്ട് നടക്കുക. 40 വർഷം മരുഭൂമിയിൽ ജീവിച്ചു. പക്ഷെ മിസ്രൈമിലെല്ലാം ഉണ്ട്. രാജകീയ ആഹാരമുണ്ട്, രാജകീയ ഭക്ഷണമുണ്ട്, രാജകീയമായ രവങ്ങളുണ്ട്, സകല നന്മകളുമുണ്ട്. പക്ഷേ മരുഭൂമിക്കകത്ത് ഇതൊന്നുമില്ല. പക്ഷേ മരുഭൂമിക്കകത്ത് ദൈവമുണ്ട്. മരുഭൂമിക്കകത്ത് ദൈവമുണ്ട്. ദൈവമുള്ള ദൈവമില്ലാത്ത കൊട്ടാരത്തേക്കാൾ ദൈവമുള്ള മരുഭൂമിയാണ് പ്രിയരെ നമുക്കുമല്ലത്. ഇന്ന് പകൽ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ, നീ ഇല്ലാത്തതൊന്ന് എന്റെ കുടുംബത്തിൽ വേണ്ട, എന്റെ തലമുറയിൽ വേണ്ട, എന്റെ സഭയ്ക്കകത്ത് വേണ്ട, എന്റെ ശുശ്രൂഷയിൽ വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാമോ? അങ്ങനെ ഒരു തീരുമാനം എടുക്കാമോ? ഒരു വാക്ക് മതി. കർത്താവിനോട്, കർത്താവേ, നീ ഇല്ലാത്തതൊന്നും എൻ്റെ കൂടാരത്തിൽ വേണ്ട, നീ ഇല്ലാത്തതൊന്നും എൻ്റെ സഭയിൽ വേണ്ട, നീ ഇല്ലാത്തതൊന്നും എൻ്റെ ഭാവിക്കോ ശുശ്രൂഷയ്ക്കോ എൻ്റെ തലമുറകളുടെ ജീവിതത്തിലോ വേണ്ട. അങ്ങനെ ഒരു അമ്മ തീരുമാനമെടുത്താൽ, അങ്ങനെ ഒരു അപ്പൻ തീരുമാനമെടുത്താൽ, ഉറപ്പിച്ച് ഞാനൊരു ദൂത് കൈമാറാ, നിന്റെ തലമുറകളോ നിന്റെ കൂടാരത്തിലെ ആരോ ദൈവഹിതമില്ലാത്ത ഒന്നിലേക്കും ചലിക്കില്ല. നിന്റെ ആലയത്തിൽ ദൈവഹിതമില്ലാത്ത ഒന്നും സംഭവിക്കത്തില്ല. ആമേൻ. ഇന്ന് പകൽ വിശ്വാസത്തോടെ ഈ ദൂതിന് ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം. ഇന്ന് പകൽ ദൈവഹിതമില്ലാത്ത ഒന്ന് നിന്റെ ഭാവിയിലോ, നിന്റെ ശുശ്രൂഷയിലോ, നിന്റെ വിദ്യാഭ്യാസത്തിലോ, നിന്റെ ആരോഗ്യത്തിലോ വെളിപ്പെട്ടു വരത്തില്ല. വിശ്വസിക്കുന്നവർ കരമടിച്ച് വായ്കളെ തുറന്ന് ദൈവത്തെ ആരാധിച്ച നമുക്ക് പറ്റിയ അബദ്ധം എന്തെന്നറിയാമോ? നമ്മൾ ദൈവഹിതം ഇല്ലാത്തത് പലതും നമ്മുടെ കൂടാരങ്ങൾക്കകത്ത്, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങൾക്കകത്ത്, ലോകത്തിൻ്റെ മുൻപിൽ നന്മയെന്ന് കരുതുന്ന പലതും ചേർത്ത് വച്ചു. പക്ഷെ നമ്മുടെ കൂടെ ദൈവമില്ല, ദൈവമില്ല. സങ്കടത്തോടെ ഞാൻ പറയട്ടെ, ഇമ്മലകളിൽ തീപ്പന്തം പോലെ ജ്വലിച്ചു നിന്ന് അനേകർക്ക് ഇന്ന് ആരാധിക്കാൻ വയ്യ. ഇമ്മലകളിൽ തുള്ളി ആരാധിച്ചവർ ഒരു പാട്ടിന്റെ ഈരടി കേട്ട് കഴിഞ്ഞാൽ കണ്ണിൽ നിന്നും മടമടാന്ന് കണ്ണുമീർ തുള്ളികൾ വന്നുകൊണ്ടിരുന്നവർ ഇന്ന് ദൈവ സാന്നിധ്യം പോലും അനുഭവിക്കാൻ കഴിയുന്നില്ല. ആർക്കോ വേണ്ടി ആലയത്തിൽ പോകുന്നു, ആർക്കോ വേണ്ടി എവിടെയോ വന്നിരിക്കുന്നു. വർഷിപ്പ് ചെയ്യുന്ന സഹോദരനോ പാസ്റ്ററോ പറയുമ്പോൾ കൈ അടിച്ചു വിടുക. ഒരു ദൈവ സാന്നിധ്യമില്ല, ഒരു ദൈവമഹത്വമില്ല. രണ്ടുപേരെ കാണിക്കാൻ വേണ്ടി എല്ലാവരെക്കാളും ശബ്ദത്തിൽ അന്യഭാഷയും ആരാധനകളും പ്രകടനങ്ങളായി മാറുമ്പോൾ ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിനക്കൊരു സമാധാനമുണ്ടോ? നിനക്കൊരു സന്തോഷമുണ്ടോ? നിന്റെ കൂടാരത്തിനകത്ത് ഒരു ദൈവിക സമാധാനമുണ്ടോ? യേശു ഒരുവന്റെ വീട്ടിൽ വന്ന അവിടെ വെളിപ്പെടുന്ന ഒന്നാമത്തെ കാര്യം, he is the prince of peace. അവൻ സമാധാനത്തിന്റെ പ്രഭുവോ. അവിടെ സമാധാനമുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ ദൈവമുണ്ടോ എന്ന് കാണാൻ ഒരു പ്രവാചകനെ വിളിക്കണ്ട, ഒരു പാസ്റ്ററോടും ചോദിക്കണ്ട, സബിൻ പാസ്റ്ററോടും വന്ന് ചോദിക്കണ്ട. ഒരു സിമ്പിൾ കാര്യം ഇവിടെ ഇരുന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചോണം, ജീവിതത്തിൽ വല്ല സമാധാനം ഉണ്ടോ? കുടുംബത്തിനകത്ത് കയറിപ്പോകുമ്പോൾ വല്ല സമാധാനം ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുക്കളയ്ക്കകത്ത് ജോലി ചെയ്യുമ്പോൾ വല്ല സമാധാനം ഉണ്ടോ? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ചർച്ചിലുള്ള ഒരു ആൻറ്റി എന്നെ വിളിച്ചിട്ട് പറയുക, പാസ്റ്റർ, അമ്മ ആലയത്തിൽ വന്നിരിക്കുമ്പോൾ ഒരു അസുഖവും ഇല്ല. എങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നെന്ന് പോലും സമയം പോകുന്നത് അറിയില്ല. പക്ഷെ എൻ്റെ വീട്ടിനകത്ത് കയറുമ്പോൾ ഒരു സമാധാനമില്ല, ഒരു സമാധാനമില്ല. ഇടയ്ക്കൊക്കെ ഞാൻ പറയും, നമുക്ക് പ്രാർത്ഥനയില്ലെങ്കിലും പള്ളിയിൽ പോയി, ഹലോ, പ്രാർത്ഥനയില്ലെങ്കിലും പള്ളിയിൽ പോയി, വീട്ടിനകത്തൊരു സമാധാനമില്ല. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, സമാധാനമില്ലാത്ത ആരെങ്കിലും ഇതിനകത്തിരിക്കുന്നുണ്ടോ? വീട്ടിനകത്ത് എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര ഉപവസിച്ചിട്ടും, എത്ര നന്മയുണ്ടായിട്ടും സമാധാനമില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ?
സ്നേഹത്തോടെ ഞാൻ പറയാം, നിന്റെ കൂടാരത്തിൽ ദൈവമില്ല. നിങ്ങൾ പിണങ്ങരുത്. പിണങ്ങാൻ പറഞ്ഞതല്ല, യാഥാർത്ഥ്യം പറഞ്ഞതാ. ഇവിടെ വന്നിരുന്ന് കൈയടിച്ചിട്ടും, ഇവിടെ വന്നിരുന്ന് പാടിയിട്ടും, ഇവിടെ വന്ന് സ്തുതിച്ചിട്ടും ദൈവത്തെ ആരാധിക്കാൻ കഴിയുമില്ല. പണ്ടത്തെ പോലെ ദൈവത്തെ പാടാൻ കഴിയുന്നില്ല. എടുത്ത തീരുമാനങ്ങൾ പലതും പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് പോവുക. എടുത്ത തീരുമാനത്തിനകത്ത് ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ആരോ പ്രസംഗിക്കുന്നു, എന്തോ കേൾക്കുന്നു, പൊടിയും പട്ടി എഴുന്നേറ്റ് പോകുന്നു. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയാം, ദൈവമില്ലാത്ത നിന്റെ ജീവിതം ശൂന്യമാണ് കുഞ്ഞേ. ഇന്ന് പകൽക്കാല ബ്രേക്കില്ലാതെ പോകുന്ന വാഹനം പോലെയാണ് ദൈവമില്ലാതെ പോകുന്ന ഭവനങ്ങൾ. എവിടെയെങ്കിലും ഇടിച്ച് തകർന്നു പോകും. ഇന്ന് പകൽക്കാല ഒന്നുമില്ലേല് ദൈവത്തെ ഒന്ന് വിളിക്കൂ. അപ്പാ, എന്നോടൊന്ന് ക്ഷമിക്കണേ, എന്റെ തലമുറകളോടൊന്ന് ക്ഷമിക്കണേ, എന്റെ കുടുംബത്തോടൊന്ന് ക്ഷമിക്കണേ. അങ്ങന്റെ ഭവനത്തിലേക്ക് ഇന്ന് പകലൊന്ന് മടങ്ങി വരണമേ. എന്റെ കൂടാരത്തിനകത്ത് ഒരു സമാധാനം വരണമേ. എന്റെ ഭവനത്തിനകത്ത് ഒരു സ്വസ്ഥത വരണമേ. എന്റെ ഭാവിക്കകത്ത് ഒരു സമാധാനം വരണമേ. ഹല്ലേലൂയ. നമ്മൾ പരാജയപ്പെട്ടു പോയത് നമ്മുടെ ചിന്ത പണമുണ്ടെങ്കിൽ സമാധാനം വരുമെന്ന. പണമുണ്ടെങ്കിൽ സമാധാനം വരുമെന്ന. ഹലോ, നന്മയുണ്ടെങ്കിൽ സമാധാനം വരുമെന്ന. ഒരു 3 നിലയുടെ വീടൊക്കെ ഉണ്ടെങ്കിൽ നല്ല സമാധാനം എന്നാണ് ചിന്തിക്കുന്നത്. അതിനകത്തൊക്കെ കിടക്കുന്നവരോട് ചോദിച്ചു നോക്കണം, വല്ല സമാധാനം ഉണ്ടോന്ന്. ഹലോ, ഇന്ന് പകൽ ദൈവം ആ വീട്ടിനകത്തുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാ. ദൈവം ഇല്ലെങ്കിൽ സമാധാനം ഇല്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആ വ്യക്തി ഞങ്ങളോട് പറഞ്ഞ, പാഷേ, ഈ വീടിന് ലോണ് മാത്രം 1 ലക്ഷം രൂപയ്ക്ക് 1 രൂപ കുറവ്. ആ വീട്ടിൻ്റെ ലോണ് മാത്രം കാനറ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് 1 ലക്ഷം രൂപയ്ക്ക് 1 രൂപ കുറവ് എന്ന് പറഞ്ഞാൽ 99,999. ഹലോ, 1 ലക്ഷം രൂപയാണ് ഒരു മാസത്തെ ലോണ്. അവിടെ അവർക്ക് റോൾ ചെയ്യാൻ നന്മകളുണ്ട്, അവർക്ക് ബിസിനസ്സുണ്ട്. ആ വ്യക്തി 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ട് പറയുക, പാഷേ, ഈ വലിയ വീട്ടിനകത്ത് കിടന്നിട്ട് ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല. ശൂന്യമായിരുന്ന ഭവനത്തിനകത്ത് പാർത്തപ്പോൾ എൻ്റെ തലമുറകൾ ദൈവത്തെ ആരാധിക്കുമായിരുന്നു, ദൈവത്തെ ലീഡ് ചെയ്യുമായിരുന്നു, ദൈവത്തിനു വേണ്ടി പാടുമായിരുന്നു. അവരായിരുന്നു എൻ്റെ ചർച്ചിനകത്ത് കീബോർഡ് വായിച്ച് ദൈവത്തെ പാടി ആരാധിച്ചവർ. പക്ഷെ ഇന്ന് എൻ്റെ തലമുറ ആലയത്തിൽ പോലും വരുന്നില്ല, ആലയത്തിൽ പോലും കയറുമില്ല. പായിട്ടിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ തലമുറ അപ്പോൾ ഹെൽമറ്റും എടുത്തുകൊണ്ട് പോകും. ഹലോ, ഇന്ന് പകൽക്കാലം എന്തുണ്ടായിട്ടും നീ അറിഞ്ഞ സത്യം അറിയാൻ നിന്റെ തലമുറ നിന്റെ കൂടെ ഇല്ലെങ്കിൽ, നീ അനുഭവിക്കുമ്പോൾ മന്മ എന്ന് പറയുമ്പോൾ മന്മ അനുഭവിക്കാൻ നിന്റെ ജീവിതത്തിനകത്ത് ആയുസ്സില്ലെങ്കിൽ ഇന്ന് പകൽ കൂട്ടിവച്ചതൊക്കെ എവിടെ? ഇന്ന് പകൽക്കാലം പ്രിയരെ, ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്. ഇന്ന് പകൽ കൃപ തരുന്ന ദൈവത്തിൽ ആശ്രയിച്ചാൽ ഒരു ഉറപ്പ് ഞാൻ പറയാം, പ്രവാസത്തിൽ അകപ്പെടേണ്ടി വന്നാലും നിന്റെ തലമുറകൾ മടങ്ങി വരും. ശത്രു പാപത്താൽ പിടിക്കപ്പെട്ടു പോയാലും അവരെ മടക്കിക്കൊണ്ടുവന്ന് ദൈവസ്നേഹത്തിനകത്ത് ഉറപ്പിച്ചു നിർത്താൻ കഴിയും. ഒരു ദൈവത്തെയാണ് ഞാൻ ഇന്ന് പകൽ പ്രസംഗിക്കുന്നത്. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ആദ്യം മാതാപിതാക്കൾക്ക് ഒരു തീരുമാനമുണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ദൈവസഭകൾക്ക് ഒരു തീരുമാനമുണ്ടാകണം. അല്ലെങ്കിൽ നമ്മുടെ കണ്ണുപദേഷ്ടാവിനെ കാണില്ല. എൻ്റെ മുമ്പിൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വേഗത്തിൽ ഞാൻ പോകട്ടെ. വചനം ഇങ്ങനെ പറയുന്നു, യോബ് സകലത്തിലും ധനവാനായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം 4 കാര്യം അവനിൽ നിന്ന് നഷ്ടമായി. 1, അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു. ഹലോ, ദൈവസാക്ഷ്യം പറയുമ്പോൾ 4 ക്വാളിറ്റി യോബിനെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ സാത്താൻ അവനെ പരിശോധിച്ചപ്പോഴും
അവളിൽ നിന്ന് 4 കാര്യങ്ങൾ നഷ്ടമായി. ഒന്ന്, സമ്പത്ത് നഷ്ടമായി. ആടുമാടുകൾ, കന്നുകാലികളെല്ലാം നഷ്ടപ്പെട്ടു. രണ്ടാമത് വചനം പറയുന്നു, അവൻ്റെ തലമുറകൾ ആഘോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ തലമുറകൾ ഇരുന്ന ഭവനം തകർന്നു, സകലരും നഷ്ടപ്പെട്ടു. സ്നേഹത്തോടെ ഞാൻ പറയാം, ആഘോഷങ്ങൾ നല്ലതാണ്. നമ്മുടെ വചനം, എൻ്റെ ദൈവം ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്തിട്ടുള്ളത് കൂടിവരവുകളെയാണ്, ആഘോഷങ്ങളെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടായ്മയാണ്, നല്ലതാണ്. പക്ഷേ ദൈവഹിതമില്ലാത്ത കൂട്ടായ്മകൾ ഉണ്ടാകരുത്. മക്കളെ പഠിപ്പിക്കണം. നിങ്ങളുടെ കൂടാരങ്ങളിൽ പഠിപ്പിക്കണം. മക്കളെ, ദൈവഹിതമില്ലാത്ത കൂട്ടായ്മകൾ ഉണ്ടാകരുത്. ദൈവഹിതമില്ലാത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാകരുത്. അത് വലിയ തകർച്ചകൾ കൊണ്ടുവരും. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ശാന്തമായി പോകുക. എൻ്റെ എൻ്റെ സൗണ്ട് ഒന്ന് പിടിച്ചു തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് എനിക്കിനി 2 പ്രസംഗം പ്രസംഗിക്കണം. ഹലോ, അതുകൊണ്ട് ശാന്തമായി പോവാ. ഇന്ന് പകൽക്കാല സ്നേഹത്തോടെ ഞാൻ പറയാം, വചനം കൃത്യമായി പറയുന്നു, തലമുറകൾ അവിടെ ദിവസത്തെ ആഘോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ഓരോമായി തകർന്നു പോയി. 10 ശവപ്പെട്ടികൾ കൂടാരത്തിൻ്റെ മുൻപിൽ നിരത്തി വെച്ചിട്ട് യോബ്, ധനവാനായ യോബ്, ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് യോബിരിക്കുക. 1 നന്മ പോയി, 2 മക്കൾ പോയി, 3-ാമത് ഭാര്യ വന്നിട്ട് പറയുക, നീ എന്തിനാടാ ഈ വിശ്വാസം മുറുകെ പിടിച്ചിരിക്കുന്നേ? ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് ഒന്ന് ചത്തൂടെ? സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, സ്നേഹിച്ച ഭാര്യയും അവനെ വിട്ടുപോയി. അമ്മയെ സമ്പത്ത് പോയി, 2 തലമുറകൾ പോയി, 3 കുടുംബം പോയി. വചനം പറയുന്നു 4, അവൻ്റെ ശരീരം പുഴുവരിക്കത്തക്ക നിലവാരത്തിൽ അവൻ്റെ സ്റ്റോക്ക് ജീർണിച്ചു തുടങ്ങി. 4, ആരോഗ്യം പോയി. ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ വചനം കൃത്യമായി പറയുന്നുണ്ട്, യോബിൻ്റെ സ്നേഹിതന്മാർ അവനെ കാണാൻ വരുന്നുണ്ട്. കാണാൻ വരുമ്പോൾ യോബിൻ്റെ സ്നേഹിതന്മാരിൽ ഒരുവൻ യോബിനോട് പറയുന്ന പദം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഇന്ന് പകൽക്കാലം പോകാവോ? വായിക്കാമോ യോബിൻ്റെ പുസ്തകം? വേദപുസ്തകങ്ങളെ കൊണ്ടുവന്നവരെല്ലാം ഒന്ന് തുറക്കണം. യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം. യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം, അതിൻ്റെ 4-ാമത്തെ 3-4 വാക്യം ഒന്ന് വായിക്കാമോ? ദൈവം ന്യായം മറച്ചു കളയുമോ? സർവശക്തൻ നീതിയെ മറച്ചു കളയുമോ? നിന്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ അവൻ അവരെ അതിക്രമങ്ങളാൽ ഏൽപ്പിച്ചു കളഞ്ഞു. പ്രിയരെ, ആ വചനം അടിവരയിട്ടൊന്ന് പഠിക്കണം. യോബിൻ്റെ കൂടാരത്തിനകത്ത് അനർത്ഥങ്ങൾ വിതയ്ക്കാനുള്ള കാരണം, സാത്താൻ യോബിൻ്റെ വേലി ദൈവം പൊളിച്ചു കൊടുത്തപ്പോൾ പരിശോധനയുടെ തീയമ്പുകൾ ഇട്ടെങ്കിലും അവൻ്റെ തീയമ്പുകൾ കുടുംബങ്ങൾക്കകത്തേക്ക് ചലിക്കാനുള്ള കാരണം അവരുടെ പാപമാണ്. നിങ്ങളെൻ്റെ കൂടെയുണ്ടോ? അവരുടെ പാപമാണ്. ഗൗരവമായി ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവം ഈ ഭൂമിയിൽ വച്ച ഏറ്റവും വലിയ വ്യവസ്ഥ അത് കുടുംബമാണ്. ഇന്ന് പകൽ കർക്കശമായി പലരും പറയാറുണ്ട് പാസ്റ്റർ കുത്തി പ്രസംഗിച്ചെന്ന്. പലരും പറയാറുണ്ട് പാസ്റ്റർക്കൊരു മയവും ഇല്ല. പലരും പറയാറുണ്ട് പാസ്റ്റർ പ്രസംഗത്തിന് ഒരു മയവും ഇല്ല. മയപ്പെടാതെ പ്രസംഗിക്കുന്നതിന് കാരണം, പേർ വിളിക്കുന്ന മാളിൽ കണക്ക് ചോദിക്കുന്ന ദിവസത്ത് ദൈവം ഞങ്ങളോട് കണക്ക് ചോദിക്കും.
ദൈവം ഞങ്ങളെ ഗ്രഹവിചാരകന്മാരാക്കി വച്ചിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങളോട് ശാസിച്ചെന്ന് വന്നേക്കാം, ചിലപ്പോൾ നിങ്ങളെ തർജനം ചെയ്തെന്ന് വന്നേക്കാം, ചിലപ്പോൾ നിങ്ങളെ ശിക്ഷിച്ചെന്ന് വന്നേക്കാം. ഹലോ, അത് ഞങ്ങളുടെ കടമയാണ്, അത് ഞങ്ങൾ ചെയ്തിരിക്കും. അതുപോലെ അമ്മയപ്പന്മാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ അതുപോലെ വളർത്തിയേ പറ്റത്തുള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഇയ്യോബിന്റെ സ്നേഹിതൻ ബിൽദാദ് പറയുക, ഇയ്യോബേ, നിന്റെ ദൈവം ന്യായം മറച്ചു കളയുന്നവനാണോ? ന്യായമില്ലാത്തവനല്ല, അവൻ നീതിയുള്ള ന്യായാധിപനാണ്. ഹല്ലേലൂയ. പ്രിയരേ, നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾക്കകത്ത് നമ്മളെ ദൈവത്തെ ആരാധിക്കാൻ നാം മറന്നാൽ നമ്മുടെ തലമുറ ആരാധന മുഴുവനും മറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദൈവത്തെ സ്തുതിക്കേണ്ട സമയം, ദൈവത്തെ ആരാധിക്കേണ്ട സമയം, ദൈവിക വ്യവസ്ഥയിൽ ജീവിക്കേണ്ട സമയം, ദൈവിക വ്യവസ്ഥ വിട്ടു നീ പോയാൽ ദൈവം നിന്റെ കൂടാരത്തിനകത്ത് നീ വിതച്ചതിന് തത്തുല്യമായി കൊയ്യത്തക്ക നിലവാരത്തിൽ ചില പ്രതികൂലത്തിന്റെ കാറ്റുകൾ വെളിപ്പെട്ടു വരും. ഞാൻ ഇന്ന് പകൽ ഭയത്തോടെ ഒരു എളിയ ദൈവദാസനമലയ്ക്ക് നിങ്ങളെ ഉപദേശിക്കുക, പത്യ ഉപദേശത്തിൽ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇന്ന് പകൽ നമുക്കൊരുമിച്ച് ദൈവരാജ്യത്തോടും ദൈവത്തോടും ഈ പകലും അടുത്തു വരാം. വചനം പറയുന്നു, അവൻ കീറിക്കളഞ്ഞാൽ വിടുവിപ്പാൻ ആരുമുണ്ടാകില്ല. അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അടിച്ചു വിടില്ല. നമ്മൾ പറയും സാത്താൻ അടിച്ചതുകൊണ്ട് അയ്യോബിന്റെ 10 തലമുറ തകർന്നവമ്മ. പക്ഷെ ബിൽദാദ് കണ്ടോ, വേദപഠിതാക്കൾ 8-ാം അധ്യായത്തെ പറയുന്ന ഒരു ദൂതുണ്ട്. ഏതാ 8-ാം അധ്യായത്തിന് തിയോളജിയന്മാർ കൊടുത്തൊരു ഹെഡിങ് ഉണ്ട്. ആ ഹെഡിങ് ഇങ്ങനെയാണ് പറയുന്നത്, ദൈവിക നീതിയെ സ്ഥിരീകരിക്കും അധ്യായമാണ്. എന്ത്? ദൈവിക നീതിയെ സ്ഥിരീകരിക്കും അധ്യായമാണ് 8-ാം അധ്യായം. എന്ത്? തലമുറകൾ പാപം ചെയ്തപ്പോ ഒന്നിനെ പോലും ശേഷിക്കാതെ സകലത്തിനെയും ന്യായം വിധിച്ച ദൈവത്തിന്റെ കര വെളിപ്പെട്ടത് ഇയ്യോബിന്റെ ജീവിതത്തിലെങ്കിൽ ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയാം, ഇന്നും ഈ അനുഭവിക്കുന്ന തകർച്ചകൾക്ക്, ഇന്നും ഈ അനുഭവിക്കുന്ന വേദനകൾക്ക്, ഇന്നും ഈ അനുഭവിക്കുന്ന രോഗത്തിന്, ഇന്നും ഈ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക്, ഇന്നും ഈ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന് കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ്. നമ്മൾ പാടുന്നു, ഞെരുക്കത്തിന്റെ അപ്പം, കഷ്ടതയുടെ കണ്ണുനീര് നമ്മൾ കൊണപ്പെടുന്നുണ്ടോ? അതില്ലതാനും. പ്രിയരെ, സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഈ പാട്ടൊക്കെ ഭക്തന്മാർ പാടിയത് ജീവിതത്തിനകത്താ. നമ്മൾ പാടുന്നത് ജീവിതത്തിനകത്ത് ഒരു ദൈവവുമായുള്ള ബന്ധമില്ലാതെ വന്ന് നമ്മൾ പാടുക. ഇന്ന് പകൽ ഇയ്യോബിന്റെ ജീവിതം കണ്ടോ, സകലതും പോയി തലമുറകൾ വഴിപിടയ്ക്കുന്നു എന്ന് കണ്ടപ്പോ ഇയ്യോബ് ചെയ്തൊരു കാര്യമുണ്ട്. തലമുറകൾക്ക് തത്തുല്യമായി അവൻ യാഗപീഠം പണിതു, യാഗവസ്തുവിനെ അർപ്പിച്ചു, ദൈവത്തെ യാഗം ചെയ്തു, അവൻ ദൈവസന്നിധിയിൽ യാഗമർപ്പിച്ചു. അവർക്ക് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥന കഴിച്ച ഒരു ഭക്തന്റെ തലമുറയാണ് പാപം ചെയ്തു തകർന്നു പോയവമ്മ. നമ്മളെ പോലെ പള്ളി വന്നിരുന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് പോകുന്ന ഭഗവാന്റെ ഭക്തമേ തലമുറയെന്നല്ല പറഞ്ഞേ. നമ്മളെപ്പോലെ ആരാധന മുടക്കിയിട്ട് പലവിനും മടക്കുന്നവന്റെ ഭക്തമേ തലമുറ പകർമ്മല്ല പറഞ്ഞേ. തലമുറയുടെ ദിവസത്തിനൊത്തവണ്ണം യാഗപീഠം പണിയുന്ന, യാഗപീഠത്തിന്റെ മേൽ യാഗവസ്തുവിനെ വയ്ക്കുന്ന, ദൈവത്തിന് യാഗമർപ്പിക്കുന്ന ഭക്തന്റെ തലമുറ തകർന്നെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കാത്ത നമ്മുടെ തലമുറ തകരാതിരിക്കുമോ ഇല്ലയോ? ആദ്യത്തെ കയ്യടിയൊക്കെ അങ്ങ് കുറഞ്ഞല്ലോ, ആദ്യത്തെ സ്തോത്രമൊക്കെ അങ്ങ് കുറഞ്ഞല്ലോ. ഇന്നു പകൽക്കാലം
ഉപദേഷ്ടാവ് നിന്റെ മുൻപിൽ വെളിപ്പെടണമെങ്കിൽ ഇന്നു പകൽ നീ വ്യവസ്ഥയിൽ നിൽക്കണം, നീ ദൈവസ്ഥയിൽ നിൽക്കണം. നിന്റെ തലമുറയെ തർജനം ചെയ്യേണ്ടടുത്ത് തർജനം ചെയ്യണം. നിന്റെ കുടുംബത്തെ തർജനം ചെയ്യേണ്ടടുത്ത് തർജനം ചെയ്യണം. ഒന്നിനും കഴിഞ്ഞില്ലേല് മുഴങ്കാലിരുന്ന് കരഞ്ഞോട്. കരയാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ തലമുറയെ വിടുവിപ്പോ, നിന്റെ കൂടാരത്തെ ഉദ്ധരിക്കോ. എന്റെ ദൈവം ശക്തനാണ്. ശാബാരാബലഗട റിഖമനദരഗടഗ ശരാദലഗടഗവര റിഗന്ധരാരഗൽഖമാനദരഗടഗ റിഗന്ധരാരഗൽഖവ. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, എൻ്റെ ദൈവം നീതിയുള്ളവനായിരിക്കാം. ഇന്ന് പകൽ സബിൻ പാസ് പലതും കണ്ണ് മറച്ചു കളയും. ഹലോ, സബിൻ മാസ് ശമുവേൽ പാസ് പലതും കണ്ടിട്ടും കാണാത്ത പോലെ തിരിഞ്ഞു കളയും. പക്ഷേ ബിൽദാദ് ചോദിക്കോവേ, നിന്റെ ദൈവം നീതിയുള്ളവനല്ലേ? അവൻ നീതിയെ മറച്ചു കളയുന്നവനാണോ? ബിൽദാദ് യോബിനോട് പറയുക, നിന്റെ തലമുറ ചെയ്ത പാപത്തിന് ഒത്തവണ്ണമല്ലേ, അവരുടെ അകത്യത്തിനൊത്തവണ്ണമല്ലേ ദൈവിക കര നിന്റെ കൂടാരത്തിലെ അനർത്ഥമായി വിതച്ചവ. ഇന്ന് പകൽ നമ്മളെല്ലാം ജീവിക്കുന്നു നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. നമ്മൾ കരയുമ്പം പ്രാർത്ഥിക്കുമ്പം നമ്മുടെ കാലം കഴിയുമ്പോൾ തലമുറ ദൈവരാജ്യത്തിൽ നിൽക്കണമെന്നൊരു വ്യവസ്ഥയില്ല. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നീ എത്ര വഴിവെലച്ചു പോകുന്ന തലമുറയെ കുറിച്ച് കരഞ്ഞാലും കരയുമ്പോ മെനക്ക് വേണ്ടി, പ്രാർത്ഥിക്കുമ്പോ മെനക്ക് വേണ്ടി ഇറങ്ങി വന്ന് മടക്കിക്കൊണ്ടുവരാൻ കഴിയുക ഒരു ദൈവത്തെയാണ് ഈ പകൽ ഞാൻ പ്രസംഗിക്കുന്നത്. നീ സ്വർഗരാജ്യത്തിൽ പോകുമ്പോ എത്ര ഏക്കറുണ്ടെന്ന് ചോദിക്കില്ല, എത്ര മന്മയുണ്ടെന്ന് ചോദിക്കില്ല, നിന്റെ തലമുറ എവിടെയെന്ന് ചോദിക്കോ. ഹല്ലേലൂയ. അപ്പന്മാരെന്നെ കേൾക്കുന്നുണ്ടോ? അമ്മമാരെന്നെ കേൾക്കുന്നുണ്ടോ? സബിൻ ബാസ് സ്വർഗത്തിൽ പോകുമ്പോ സബിൻ ബാസിന്റെ അടുത്ത് ചോദിക്കില്ല, സബിൻ ബാസേ പള്ളി എത്ര നില വെച്ചു, ബൈബിൾ കോളേജ് വലുതായിരുന്നല്ലോ, ഹലോ ഇത്ര സാറുമാർക്ക് ജോലി ഉണ്ടായിരുന്നല്ലോ, നോ നോ നോ, ഇത്ര ഗ്രാജുവേറ്റ്സ് ഇറങ്ങിയില്ലേ, ചോദിക്കില്ല. സബിനോട് ചോദിക്കും, നിനക്ക് തന്ന ആയുസ്സിൽ, ഞാൻ തന്ന കൃപയിൽ നീ എത്ര പേരെ സ്നാനജലത്തിലിറക്കി, നീ എത്ര പേരോട് സുവിശേഷം അറിയിച്ചവർ ദൈവസഭയിൽ വന്നവർ എത്ര പേരെ നീ പത്യോപദേശത്തിൽ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി മാറ്റി. ഹല്ലേലൂയ. അപ്പന്മാരെന്നെ കേൾക്കുന്നുണ്ടല്ലോ, അമ്മമാരെന്നെ കേൾക്കുന്നുണ്ടല്ലോ. അവിടെ ചെല്ലുമ്പോൾ ദൈവം ചോദിക്കും, 4 തലമുറയെ പമ്മില്ലേ, 3 പമ്മില്ലേ, 2 പമ്മില്ലേ, 1 പമ്മില്ലേ, നീ ദൈവ കൃപയിൽ വളർത്തിയോ? പ്രിയരേ, ഇന്നത്തെ തലമുറകളുടെ പോക്ക് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്തതാണ്. സ്നേഹത്തോടെ ഞാൻ പറയാം, പലതും നമ്മളെ കൊണ്ട് പലതിനും നിർബന്ധിക്കും. നമുക്ക് താങ്ങാൻ കഴിയാത്ത പ്രതികൂലങ്ങൾ വരും, സത്യമാണ്. എങ്കിലും ഹൃദയത്തിനകത്ത് വേദനയോടെ കരയുന്ന ഒരു തലമുറയുണ്ടെങ്കിൽ, ഒരു മാതാവോ പിതാവോ ഉണ്ടെങ്കിൽ, ഉറപ്പിച്ച് തറപ്പിച്ച് ഞാൻ പറയാം, നിന്റെ തലമുറയെ ദൈവം മടക്കി കൊണ്ടുവരും, നിന്റെ കുടുംബത്തെ ദൈവം മടക്കി കൊണ്ടുവരും. എത്ര വലിയ പുള്ളിയാണല്ലോ, പിടിക്കേണ്ടവൻ ദൈവത്തിനറിയാം, പിടിക്കേണ്ടവനെ പിടിച്ച് മടക്കി കൊണ്ടുവരും. പക്ഷേ ദൈവത്തിനാവശ്യം നിന്റെ തീരുമാനമാണ്, നിന്റെ ആരാധനയാണ്, നിന്റെ പ്രതിഷ്ഠയാണ്. പ്രിയരേ, നമ്മുടെ ജീവിതത്തിനകത്തൊരു വേദന തലമുറയുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ, നാട്ടുകാരും കുടുംബക്കാരും നമുക്കെതിരെ തിരിയുമ്പോൾ നമ്മൾ പറയും, തീർന്നു, ആരാധന തീർന്നു, പ്രാർത്ഥന തീർന്നു, ഇനി ഞാൻ ദൈവത്തിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും, നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? പക്ഷെ വചനം പറയുന്നു കേട്ടോ, തലമുറകൾ സകലതും തകർന്നു,
സകലതും തകർന്നു. തൻ്റെ ഭാര്യ തനിക്കെതിരെ ദൈവത്തിനെതിരെ പിറുപിറുക്കാൻ ആഹ്വാനം കൊടുത്തിട്ട് തന്നെ വിട്ടിട്ട് പോയി. പക്ഷെ ഒരു ഓട്ട് കഷ്ണം കൊണ്ട് വേഗത്തിൽ ചൊറിഞ്ഞിരിക്കുമ്പോൾ, തൻ്റെ മുറിവിനെ ചൊറിയുമ്പോൾ യോബ് പറയുക, ആമേൻ, എൻ്റെ പൊടിയിൽ നിന്ന് എന്നെ ഉയർത്താൻ കഴിയുന്ന ഒരു ഉപദേഷ്ടാവിനുണ്ട്. അവൻ എൻ്റെ കണ്ണൻ്റെ ഉപദേഷ്ടാവിന് കാണുന്നൊരു ദിവസമുണ്ട്. എൻ്റെ ത്വക്ക് ക്ഷയിച്ചാൽ, എൻ്റെ ശരീരം ക്ഷീണിച്ചാൽ, ഞാൻ ദേഹസഹിതന എൻ്റെ പ്രിയനെ കാണുക. അതാണ് റിയൽ വർഷിപ്പ്. നമ്മുടെ ചിന്ത, ഹലോ, നമ്മുടെ ചിന്ത ബോവസ് ബ്രദറോ റാഗ്ലൻ ബ്രദറോ ജീവനോ സ്റ്റേജിൽ വന്ന് നിന്നിട്ട് ഹലോ പാടുമ്പോൾ പാടുന്നതാണ് ആരാധനയെന്ന്. ഹലോ, നമ്മൾ നേരത്തെ പാടി, യാത്ര ചെയ്യും ഞാൻ ശാന്തമായി പാടി. അതിൻ്റെ പേരാണ് ഹിംസ. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഹല്ലേലൂയ. കുറെ കഴിയുമ്പോൾ ദൈവദാസന്മാർ ഋതു ഇട്ട് പാടും. 120, 128 നമ്മൾ കൈയടിച്ച് പാടും. അതിൻ്റെ പേരാണ് പ്രൈസ്. യഥാർത്ഥ ആരാധന ജീവിതം, യഥാർത്ഥ ആരാധന ജീവിതം. അപ്പന്മാരെ, അമ്മമാരെ, ജീവിച്ചു കാണിച്ചു കൊടുക്ക, എല്ലാം തിരിച്ചെടുത്ത യോബിന്റെ തലമുറകളെ പോലെ 10 മടക്കി കൊടുത്ത ഒരു ദൈവത്തെയാണ്. എടുത്തവനെ തിരിച്ചു തരാൻ കഴിയൂ. ഇമ്മ സമാധാനത്തെ തിരിച്ചു തരാ ദൈവത്തിനെ കഴിയോ? മക്കള് 10 തകർന്നു, പാപം ചെയ്തു തകർന്നു. അപ്പൻ ആരാധന മറന്നു, അമ്മ ഇട്ടേച്ചു പോയി. എങ്കിലും അപ്പൻ ആരാധന മറന്നു. എല്ലാം തകർന്നിട്ടും കൂടാരത്തിന്റെ മുമ്പിൽ കൂട്ടുകാർ വന്ന് കുത്തുവാക്ക് പറഞ്ഞു കുത്തി നോവിക്കുമ്പോഴും, ശരീരവും ഹൃദയവും ഒരുപോലെ മുറിക്കപ്പെടുമ്പോഴും ഭക്തൻ വിശ്വസിക്കുക, എൻ്റെ ഉപദേഷ്ടാവ് ജീവിക്കുക. ഇന്നു പകൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിനകത്ത്, കൂടാരത്തിനകത്ത് ഒരു പ്രതീക്ഷയുമില്ല, ദൈവ സാന്നിധ്യവുമില്ല. പക്ഷെ ഇന്നു പകലിൽ പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കും. നിന്റെ ജീവിതത്തിനകത്ത് നീ ജീവിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ച നിന്റെ ജീവിതം ഒരു ആരാധനയായി മാറിയോ? നഷ്ടപ്പെട്ടവിനെ മടക്കിക്കൊണ്ടുവരുമ്പോ ചില ദൈവത്തിന്റെ കാറ്റുകൾ ഈ കകൾ ദൈവം അടിക്കും. ഞാൻ അനുഭവത്തെന്ന് പറയുക. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, തനിക്ക് ദൈവ വിളിയുണ്ടായിരുന്നു. വിളിക്കപ്പെട്ടവൻ, വിളി കേട്ടിറങ്ങേണ്ടവൻ, ഏകദേശം 33 വയസ്സ് വരെ ദൈവത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞില്ല. ഹലോ, നാട്ടുകാരെ കളിപ്പിച്ചു, പാസ്റ്ററെ കളിപ്പിച്ചു, ഞായറാഴ്ച വിശ്വാസിയായി ഒതുങ്ങി. പക്ഷെ ദൈവം പിടിച്ചു. അർദ്ധരാത്രിയിൽ താൻ ഓട്ടിച്ചു കൊണ്ടിരിക്കുന്ന കാറ് വലിയൊരു പാലത്തു നിന്നും മറിഞ്ഞു വീണു. കാറ് വെള്ളത്തിലൊഴുകിപ്പോയി. കാറിൽ നിന്ന് എങ്ങനെയോ ചില്ല് പൊട്ടി താൻ തെറിച്ചു പുറത്തു വീണു. ആവേശത്തുള്ള ചിലർ രാവിലെ വസ്ത്രമലക്കാൻ വന്നപ്പോൾ രക്തം വാർന്ന് ഒരു പാറയുടെ പുറത്ത് ഒരുവൻ കിടക്കുക. അവനെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയി. ബോധമില്ല, സ്വഭാവം നഷ്ടപ്പെട്ട് ഏകദേശം 20ഓളം ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. ഭവമൊത്തം പ്രാർത്ഥിക്കുക, മരണം മാത്രം മതി എന്ന് ഡോക്ടർ വിധി എഴുതിയപ്പോൾ എവിടെയൊക്കെ ഹൃദയത്തിൻ്റെ അകത്തളത്തിലൊരു ഒരു ബോധം വെളിപ്പെട്ടപ്പോൾ, താൻ മരിച്ചില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കിടക്കയിൽ കിടന്ന് പ്രവാചകൻ വന്ന് പ്രവചിച്ച ദൂത് തൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ വെന്റിലേറ്ററിൽ കിടന്ന്
അവന്റെ ഹൃദയത്തിലൂടെ ചലിച്ചു പോയപ്പോ വെന്റിലേറ്ററിൽ ശരീരത്തിന്റെ വാരിയൽ ഒടിഞ്ഞവനായി, ശരീരത്തിന്റെ കൈകൾ പൊക്കാൻ കഴിയാത്തവനായി, തലയിൽ രണ്ടായി പിളർന്നവനായി കിടക്കുമ്പോ കിടക്കുന്ന കിടപ്പിൽ കിടന്നൊരു തീരുമാനമെടുത്തു, ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കും. ഹല്ലേലൂയ. അതാണ് ആരാധന, അതാണ് ആരാധന. ആ ഒറ്റ തീരുമാനം. അവൻ പുറത്തു വന്നു. അവൻ ബൈബിൾ കോളേജ് കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കുന്നു, സുഖമാണോ ദൈവദാസനെ? ഞാനിപ്പോൾ പഞ്ചാബിൽ ശുശ്രൂഷകനായിരിക്കുന്നു. വെക്കേഷന് കഴിയുമെങ്കിൽ ടിക്കറ്റ് എടുത്തു തരാം, ഒരാഴ്ച മിനിസ്ട്രിക്ക് വരാമോ? ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടാശാനെ? ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. പറഞ്ഞത്, അന്നൊരു വേദന വന്നപ്പോൾ, അമ്മ ഞാൻ ആരാധിക്കാൻ തീരുമാനമെടുത്തപ്പോൾ എൻ്റെ ചരിത്രത്തെ ദൈവം മാറ്റി. എനിക്കൊരു കുടുംബ ജീവിതമുണ്ടായി, എനിക്ക് 2 തലമുറകൾ തന്നു, മനോഹരമായൊരു സ്കൂൾ എനിക്ക് പഞ്ചാബിൽ തന്നു. ഞാൻ ഇന്ന് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നു. ഇന്ന് പകൽ വേദന വരുമ്പോൾ കഞ്ചാവ് തേടി പോകല്ല വേണ്ടേ? പോകുന്നവരുണ്ടെന്നേ. ഹലോ, കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ഒരു പാസ്റ്റർക്ക് പ്രസംഗം വരണമെങ്കിൽ 2 കുപ്പി അടിക്കണമെന്ന്. 2 ഗ്ലാസ് അടിച്ചാലേ പ്രസംഗം വരുള്ളൂ. ഭാര്യ സാക്ഷി. ഹലോ, ദൈവസന്നിധിയിലൊന്നും പോയി കള്ളം പറയാൻ പറ്റൂല ഇരിക്കുന്ന ആശാന്മാർക്കൊന്നും. ഭാര്യ അവിടെ എണീറ്റ് വരും. ഇവിടെ സ്വസ്ഥതയില്ല, അവിടെയും വരും. ഹലോ ഭാര്യമാരെ, നിങ്ങൾക്ക് അവിടെ പോയി കള്ളസാക്ഷി ഒന്നും പറയാൻ പറ്റില്ല, എഴുന്നേറ്റ് വരും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് പകൽ ദൈവിക കൃപയ്ക്കകത്ത് നിന്നോണം. ഞാൻ സ്നേഹത്തോടെ ഇന്ന് പകൽക്കാലം പ്രസംഗിക്കുക, ഭയത്തുനിന്ന് പ്രസംഗിക്കുക. തലമുറകൾ തകർന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല, തലമുറകൾ തീർന്നിട്ട് ആരാധിച്ചിട്ട് കാര്യമില്ല, എല്ലാം നഷ്ടപ്പെട്ടിട്ട് ആരാധിച്ചിട്ട് കാര്യമില്ല. ഇന്ന് പകൽ തകരുന്ന ന്യായവിധിയുടെ വാള് വെളിപ്പെടും. അതിനു മുമ്പ് കോരഹിന്റെ പുത്രന്മാർ ദൈവത്തിന്റെ യാഗപീഠത്തിന്റെ കൊമ്പിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, സൈന്യങ്ങളുടെ തിരുവിവാസം എത്ര മനോഹരം. How beautiful your tabernacle. അതാണ് ആരാധന. ഭാര്യയെ കളിപ്പിച്ച് ആരും അറിയാതെ പലതും ചെയ്യാം, ഭർത്താവിനെ കളിപ്പിച്ച് പലതും ചെയ്യാം. ദൈവത്തെ കളിപ്പിക്കാൻ കഴിയില്ല. വിൽദാദ് ചോദിക്കുക, അയ്യോവേ വല്ലതും അറിഞ്ഞോ നിന്റെ മക്കൾ പാപം ചെയ്തത്? യോബ് പറയും, ഇല്ലടാ, ഞാൻ അവർക്ക് തത്തുല്യമായി യാഗപീഠം പണിത് യാഗം ചെയ്ത് ആരാധിച്ചവരാ. നമ്മളാരും അറിയുന്നില്ല തലമുറകളുടെ പോക്ക്, നമ്മളാരും അറിയുന്നില്ല അവരുടെ വരവ്. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയാം, യാഗം അർപ്പിച്ചവൻ, ആരാധന അർപ്പിച്ചവൻ്റെ തലമുറ തകർന്നെങ്കിൽ, പക്ഷേ ഇന്ന് പകൽ ഒരു ഉറപ്പ് ഞാൻ അതിൽ നിന്ന് പറയാം, ആരാധിക്കുന്നവൻ്റെ തലമുറയെ തകർക്കാൻ പദ്ധതിയിട്ടാലും തകർത്തതിനെ മടക്കിക്കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവം രണ്ടാമത് യോബിൻ്റെ ജീവിതത്തിൽ കൊടുത്തത് പാപം ചെയ്യുന്നൊരു തലമുറയല്ല, ദൈവിക നീതിക്കകത്ത് വിശ്വസ്തതയുള്ള 10 എണ്ണത്തെ. ഇന്ന് പകൽ തൻ്റെ ഇടത്തോടെ ഈ വചനം പ്രസംഗിക്കുന്നതിന് കാരണം എന്തെന്നറിയാമോ? ഒരു വെള്ളം ചേർക്കാതെ മായമില്ലാതെ ഇത് പ്രസംഗിക്കുന്നതിന് കാരണം ഉണ്ടെന്നറിയാമോ? ഇത് പ്രസംഗിച്ച് ആരെല്ലാം ഞങ്ങളെ വിട്ടു പോയാലും ഞങ്ങൾക്കുറപ്പുണ്ട്, വചനമാണ് പ്രസംഗിച്ചതെങ്കിൽ ആയിരങ്ങൾ കയറി വരും, ആയിരങ്ങൾ കയറി വരും. ദൈവിക നിയോഗമുള്ള ആയിരങ്ങൾ ഞങ്ങളെ തേടി വരും. ദൈവിക നിയോഗമുള്ള ചിലവ് ഞങ്ങളുടെ മുൻപിൽ മുട്ടുകുത്തും. ഈ പകൽ നിങ്ങളുടെ കണ്ണ് ഉപദേഷ്ടാവിനെ കാണണോ? നീ ആരാധിക്കണം. ഒരു നിമിഷം കണ്ണുകളെ മൂടാമോ? ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം.